രാജസ്ഥാനിലെ ദൗസയിൽ കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. കളിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു. ട്യൂബ് വഴി ഓക്സിജൻ നൽകിയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ആര്യ JCBകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് ഇപ്പോൾ ഈ 5 വയസ്സുകാരന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഒപ്പം ഈ ട്യൂബ് വഴി ഓക്സിജൻ നൽകുകയും അതോടൊപ്പം ക്യാമറ ഇറക്കി നിരീക്ഷിക്കുകയും കുട്ടിയുടെ ചലനങ്ങളൊക്കെ തന്നെയും SDRF സംഘം നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും SDRF ഒപ്പം രാജസ്ഥാനിലെ പോലീസും അതോടൊപ്പം നിരവധി സേനയും സംയുക്തമായാണ് ഈ ഒരു തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി രാജസ്ഥാൻ ദൗസ ജില്ലയിൽ കലിഘട്ട് ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ കൃഷിയിടത്തിൽ കളിക്കുന്നതിനിടെ അബദ്ധത്തിൽപ്പെട്ട് ഈ കുട്ടി കുഴൽക്കിണറിൽ വീഴുകയായിരുന്നു. എന്തായാലും രാജസ്ഥാനിന് മുമ്പും ഇത്തരത്തിൽ അപകടങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കുഴൽക്കിണറിൽ വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും രാജസ്ഥാനിലെ വിവിധ കൃഷിയിടങ്ങളിൽ കൃഷി മേഖലകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള കുഴൽക്കിണറുകളാണ് കുഴിക്കാറ്. ഇത്തരത്തിൽ വെള്ളം ലഭിക്കാത്ത കുഴൽക്കിണറുകൾ സാധാരണഗതിയിൽ മൂടാറുണ്ട്. ഇത് മൂടാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കുട്ടി കളിക്കുന്നതിനിടെ അബദ്ധത്തിൽപ്പെട്ട് ഇപ്പോൾ കുഴിയിലടിക്കുന്നത്. അല്ലെങ്കിൽ 250 അടി താഴ്ചയിലാണ് ഇപ്പോൾ കുട്ടി കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആര്യ, ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുട്ടി വീണതെന്ന് മനസ്സിലാക്കുന്നു. കുട്ടിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണോ മനസ്സിലാക്കുന്നത്? കുട്ടിയുമായി ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ രക്ഷാപ്രവർത്തകർക്ക്? തീർച്ചയായും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ദേവേന്ദ്രകുമാർ അറിയിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ചലനങ്ങളൊക്കെ തന്നെയും SDRF സംഘം ക്യാമറയിലൂടെയും ഒപ്പം കുട്ടിയുമായി സംസാരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ SDRF സംഘം നിരീക്ഷിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ആവശ്യമായ ഓക്സിജനും ഒപ്പം ട്യൂബ് വഴി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഈ അപകടം ഒഴിവാക്കുന്നതിന് ആവശ്യമായ ഇതൊക്കെ തന്നെയും കാര്യങ്ങളൊക്കെ തന്നെയും SDRF സംഘം കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ JCBകളൊക്കെ തന്നെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ആര്യ, ശരി. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്. കാഞ്ഞങ്ങാട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമം. ഹോസ്റ്റൽ വാർഡനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് കേസ്. വൈകി ഹോസ്റ്റലിൽ വന്നതിനുള്ള വിരോധം കാരണം വാർഡൻ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യാശ്രമം എന്ന FIRൽ വ്യക്തമാവുന്നു.